പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിലും യൂട്യൂബർമാരുമൊക്കെ ദേശസ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ കുരച്ച് ബഹളം കൂട്ടി ഇവിടെ ആളെ കൂട്ടി അവരാണ് ഏറ്റവും ശരിയെന്നും യുദ്ധമാണ് ഏറ്റവും വലിയ പരിഹാരമാർഗമെന്നുമൊക്കെ അലറിക്കൂവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ലോകം മുഴുവൻ കുതിച്ചുപോയി അവിടങ്ങളെല്ലാം വിളിച്ചു പോകുന്നു. രാജ്യം മുഴുവൻ ഭയങ്കര പുരോഗതിയാണ്, 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്താണ് എന്നൊക്കെ വിളിച്ചു പോകുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ഭരണക്കാരും ഉൾപ്പെടെ സകല രാഷ്ട്രീയക്കാരും പുരോഗമനവാദികളുമെല്ലാം നിങ്ങൾ അല്പമെങ്കിലും മനസാക്ഷിയുള്ളവരാണെങ്കിൽ ഇന്നലെ ഹിന്ദു ഹിന്ദു ദിനപത്രത്തിൽ അതിൻ്റെ 7ാം പേജിലൊരു ലേഖനമുണ്ട്. എ 9-year-old ബോണ്ടഡ് ലേബർ എന്ന ആ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കാരണം 9 വയസ്സുള്ള ഒരു കുട്ടി അടിമയായി ഇവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും അതായത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിൽ തുരക്കപ്പള്ള എന്ന സ്ഥലത്ത് യാണ്ടി വിഭാഗത്തിൽപ്പെട്ട വിധവയായ 3 കുട്ടികളുള്ള ഒരമ്മയുടെ മൂത്ത മകനായിരുന്നു ഈ വെങ്കടേഷ് എന്ന് പറയുന്ന ഈ പയ്യൻ. വെറും നിസ്സാരമായ തുക കൊടുത്ത് അവന് വലിയ ശമ്പളം 24,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത് കാഞ്ചീപുരത്തേക്ക് തമിഴ്നാട്ടിലെത്തി കാഞ്ചീപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയൊരു താറാവ് മുതലാളി 1 വർഷത്തിന് ശേഷം അവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവന് വേണ്ടി, അതായത് ഒരു ഷീറ്റ് വിരിച്ച് കുടിലിൽ പാമ്പിനെയും തേളിനെയും പേടിച്ച് മക്കളെ സംരക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന നിരക്ഷരകുഷിയായ ഒരമ്മ അവൻ്റെ നീതിക്ക് വേണ്ടി യാചിക്കുന്ന കഥ. ആ കഥ മാത്രമല്ല, ഏതാണ്ട് നിരവധി മണിക്കൂറുകൾ ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുള്ള ആ പൂർണ്ണമായും ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാനതിൽ അവസാനിപ്പിക്കാം. അതുമാത്രമല്ല, ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ കോതപട്ടണത്തിനടുത്ത് ഒരു ആദിവാസി കോളനിയിൽ 400ഓളം കുടുംബങ്ങളാണ് വെള്ളവും വൈദ്യുതിയും വേണ്ടത്ര ഭക്ഷണങ്ങളും കിട്ടാതെ ഒരു കുടിലിൽ 8ഉം 10ഉം പേര് ആളുകൾ തിങ്ങി ഞെരുങ്ങി ഈ പെരുമഴയത്തും ജീവിച്ചു കൂടുന്നത്. മാത്രമാണോ? അതുപോലെ തന്നെ പൽനാട്ട് ജില്ലയിലെ ചിലകരി പോട്ട് കൊട്ടായി എന്ന ഒരു സാധു മനുഷ്യൻ 7 കുടുംബാംഗങ്ങളും അദ്ദേഹവും ഭാര്യയും ഉൾപ്പെടെ 7 കുടുംബാംഗങ്ങൾ കൊച്ചു കുട്ടികളുൾപ്പെടെ വെറും 10,000 രൂപ കടം മേടിച്ച് കൊടുക്കാനുള്ളത് ഇല്ലാത്തതിന് അടിമകളായി തീർന്നു. അവർ ചെയ്യുന്ന ജോലി എന്താണെന്നറിയുമോ? സുബാബുൾ എന്ന മരം, വിറകിന് വേണ്ടിയും പേപ്പർ പൾപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന മരം വെട്ടിമുറിച്ച് കെട്ടുകളാക്കി കൊടുക്കണം. ഒരു ദിവസം 2 ടണ്ണെങ്കിലും കിട്ടണം. അങ്ങനെ ആഴ്ചയിൽ 14 ടണ്ണ് മരം വെട്ടിമുറിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കൂലി 1000 രൂപയാണ്. എന്നാൽ നാട്ടിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി 1 ടണ്ണിന് 500 രൂപയാണ്. ഒരാഴ്ചയിൽ 14 ടണ്ണ് സംഭരിക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് 9,000 രൂപ കിട്ടുമ്പോൾ വെറും 1000 രൂപ കൊണ്ട് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന അടിമകളായി ജീവിക്കുന്ന മനുഷ്യർ ലക്ഷക്കണക്കിനാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അത് ആന്ധ്രാപ്രദേശുകാരല്ല, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ്. അവിടുത്തെ അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഇന്ത്യ രാജ്യം, ഉത്തരേന്ത്യ മുഴുവൻ ഇതുപോലെ ആദിവാസികൾ കഷ്ടപ്പാടും നരകവേദനയും അനുഭവിക്കുന്ന രാജ്യത്താണ് നമ്മൾ യുദ്ധത്തിനും ആയുധത്തിനും വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് രാഷ്ട്രീയാധിപത്യവും ഭരണാധിപത്യവും മതാധിപത്യവും ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന രാജ്യസ്നേഹികളോടും ദേശസ്നേഹികളോടും ഭരണാധികാരികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യാതൊരു ശാസ്ത്രീയതയുമില്ലാത്ത മതവൽക്കരണത്തിന് വേണ്ടി അമ്പലങ്ങൾ പടുതുയർത്തുന്നതും അത് ഉദ്ഘാടനം ചെയ്യുന്നതുമൊന്നുമല്ല രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും തുല്യമായ അവകാശം നൽകി, തുല്യമായ സംരക്ഷണം നൽകി, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലാതാക്കി
അവർക്ക് നീതി നടപ്പാക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ സ്കൂളുകളും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആശുപത്രികളും കോടതികളും പോലീസ് സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സൃഷ്ടിക്കലാണ് രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു വീക്ഷണവും കാഴ്ചപ്പാടും പുരോഗമന ചിന്താഗതിയും ഉണ്ടാക്കി നമ്മുടെ രാഷ്ട്രീയക്കാരും ഭരണക്കാരുമൊക്കെ ശേഷിയും അതിനൊക്കെ കാര്യശേഷിയും ബുദ്ധിയും കഴിവുമുള്ളവരാകണമെന്നും ഇല്ലെങ്കിൽ അത്തരം കഴിവുണ്ടാക്കിയെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.